ഈ തരത്തിൽ പ്രതിരോധം എന്ന് പറയുന്നത് സമുദായത്തെ രക്ഷിക്കാനാണ് എന്നാ പറയുന്നത്. സമുദായത്തെ രക്ഷിക്കാൻ ഞാൻ പറയുന്നത്, ഈ RSSകാരൻ ആക്രമിക്കാൻ, മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഒരു ചോദ്യമുള്ളത്. RSSകാരല്ല, മുസ്ലിങ്ങളെ അല്ല, ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് നമ്മളെ ആക്രമിക്കാൻ ഒരുത്തം വരുന്നു, അല്ലെങ്കിൽ 1, 2, 3 പേര് വരുന്നു, നമ്മൾ പ്രതിരോധിക്കുന്നു. ആ പ്രതിരോധ ശ്രമങ്ങൾക്കിടയിൽ നമ്മളെ ആക്രമിക്കാൻ വന്ന ഒരുത്തൻ കൊല്ലപ്പെട്ടാൽ ഇന്ത്യയുടെ ഏത് കോടതിയിൽ നിന്നും പുഷ്പം പോലെ ഇറങ്ങി 100,000 തെളിവുകൾ ഇന്ത്യയുടെ കോടതിയിലുണ്ട്. 100,000 തെളിവുകൾ. എന്നാൽ ഇസ്ലാമിനെ രക്ഷിക്കാനാണ് പ്രതിരോധം എന്ന് പറയുന്ന ആളുകൾ മിനിമം ഒരു കാര്യം ചെയ്താൽ മതി. ആക്രമിക്കാനൊന്നും, ഇങ്ങനെ പ്രതിരോധിക്കാനൊന്നും വരേണ്ട കാര്യമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ കേരളത്തിലെ സമീപകാലത്തുണ്ടായ വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് മാറാട്, മറ്റൊന്ന് പുന്നാടാണ്. നമ്മളുടെ മലപ്പുറം ജില്ലയിലെ താനൂരിലും തിരൂരിലും നടന്ന സമീപകാലത്തെ അതിക്രമങ്ങൾ ഈ കൂട്ടത്തിൽ വായിക്കാവുന്നതാണ്. മാറാടാവട്ടെ, പുന്നാടാവട്ടെ, അതല്ലെങ്കിൽ തിരൂരിലും താനൂരിലും നടന്ന അതിക്രമമാവട്ടെ, ഇവിടെ എവിടെയാണ് പ്രതിരോധക്കാരുള്ളത്? എന്താണ് സ്നേഹിതന്മാരെ പ്രതിരോധം? സലീം ഹമദാനി അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ പോവുകയാണ്. കുറേ ആളുകൾ വന്നിട്ട് 10-40 ആൾ വന്നിട്ട് ഇയാളെ ആക്രമിക്കുന്നു. എന്താ ഇതിന് പറയുക? സലീം ഹമദാനിയെ ഞങ്ങൾ പ്രതിരോധിച്ചതെന്ന. വടകരയിലെ ജാഫർ എന്ന് പറയുന്ന യൂത്ത് ലീഗുകാരൻ ട്രാവൽസ് പൂട്ടിയിട്ട് രാത്രി പുറത്തിറങ്ങുകയാണ്. 2 വണ്ടിയിൽ വന്നിട്ട് ജാഫറിനെ അടിച്ച് നിരപ്പാക്കുകയാണ്. തലമുടി നാരിടക്ക് ജീവൻ രക്ഷപ്പെടുകയാണ്. ഞങ്ങൾ ജാഫറിനെ പ്രതിരോധിച്ചതാ. NDF-കാരനായ മുഹമ്മദ് കൊല്ലപ്പെട്ടു കണ്ണൂരിൽ. എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? സുബഹി നമസ്കരിക്കാൻ മുഹമ്മദ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവാണ്. 10-20 RSSകാർ മുഹമ്മദിനെ വെട്ടിക്കൊന്നു. എന്താ RSSകാർ പറയേണ്ടത്? ഞങ്ങൾ മുഹമ്മദിനെ പ്രതിരോധിക്കാൻ പോയതാണ്. അങ്ങനെയാണ്. അശ്വനികുമാർ എന്ന് പറയുന്ന RSSകാരൻ കണ്ണൂരിൽ ബസ്സിൽ ഇരുട്ടിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അശ്വനികുമാറിനെ 10-15ഓളം വരുന്ന NDF-കാർ ബസ്സിൽ കയറി വെട്ടിക്കൊല്ലുന്നു. എന്താ ഇതിനർത്ഥം? ഞങ്ങൾ അശ്വനികുമാറിനെ പ്രതിരോധിക്കാൻ പോയതാ? അല്ല, ആക്രമിക്കാൻ പോയതാണ്. എവിടെയാണ് പ്രതിരോധിച്ചത്? പ്രതിരോധമൊന്നും വേണ്ട സഹോദരന്മാരെ, മിനിമം ഒരു കാര്യം ചെയ്താൽ മതി. ഈ കലാപം നടത്തിയവരൊക്കെ അശ്വനികുമാറിനെ കൊന്നത് എത്ര പേർ? പരമാവധി പോയാൽ വെട്ടും കുത്തിനും ഉൾപ്പെട്ടവർ 10 പേർ, ഗൂഢാലോചന അടക്കം ഒരു 15 പേർ ഇല്ലേ? അങ്ങനെയല്ലേ കോടതി പറഞ്ഞത്? ഈ 15 പേർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക. എന്നിട്ട് പറയും ഞങ്ങളിങ്ങനെ ഒരു ജിഹാദ് നടത്തിയിട്ട് വരികയാണ്. പോലീസുകാർക്ക് മനസ്സിലാവുന്നില്ല, എന്നാലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഒരു ജിഹാദ് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാണ് ഇന്ന് ആളെ കൊന്നത്, ഞങ്ങൾ സ്വർഗത്ത് പോകാൻ വേണ്ടി ചെയ്തൊരു ഏർപ്പാടാണ്. സംഗതി അവിടെ നിൽക്കും. പുന്നാട്ടിലെ മുസ്ലിങ്ങളുടെ കോടാനുകോടി രൂപയുടെ സ്വത്തുക്കൾ തകരുമായിരുന്നില്ല. പുന്നാട്ടിൻ്റെ മണ്ണിൽ ഒരു ജനത ഇങ്ങനെ അഭയാർത്ഥികളെ പോലെ സ്വന്തം മണ്ണിൽ ജീവിക്കേണ്ടി വരുമായിരുന്നില്ല. 4-5 ലക്ഷം രൂപ ഒരു സെന്റിന് വിലയുള്ളയിടത്ത് 20,000-നും 30,000-നും കൊടുത്തിട്ട് പാവങ്ങൾ അവിടെ നിന്ന് വണ്ടി കയറേണ്ടി വരുമായിരുന്നില്ല. എന്നാൽ വെട്ടിയോൻ എന്താ ചെയ്തത്? വെട്ടിയോൻ നേരെ ഇരുട്ടിപ്പുഴ കടന്നു. ഇരുട്ടിപ്പുഴ നീണ്ടി കടന്ന് നേരെ ബാംഗ്ലൂരിൽ പോയിട്ട് പറഞ്ഞു അല്ലാഹു അക്ബർ എന്നൊരു മുദ്രാവാക്യം അവിടെ നിന്ന് വിളിച്ചു. തീർന്നു. പ്രതിരോധിക്കുന്നവൻ, ഞാൻ ചോദിക്കുന്നത്, നേരെ മാറാട് കലാപങ്ങൾ പറയും. എത്ര പേരാ കോടതി ജയിലിൽ കിടക്കുന്നത്? പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർ, അക്രമകാരികൾ പള്ളിയിലേക്ക് ഇരച്ചു കയറാൻ പോലീസിന് നിവൃത്തിയില്ല. ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥ, പ്രത്യേകിച്ച് പോലീസ്, അത് കൈകാര്യം ചെയ്യുന്നത് വളരെ സ്തുത്യർഹമായിട്ടാണ്. ആ സമയത്ത് 9ഓളം ആളുകൾ കൂട്ടമായി കൊല ചെയ്യപ്പെട്ട ഒരു സംഭവത്തിൻ്റെ തുടർ പ്രത്യാഘാതങ്ങൾ ഒരു കുഞ്ഞുപോലും, ഒരു മുസ്ലിം കുഞ്ഞുപോലും കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് മാറാട് കലാപത്തിൻ്റെ പേരിൽ ആർത്തു കരയേണ്ടി വന്നിട്ടില്ല. പോലീസിന് അങ്ങനെ സമീപിക്കാൻ, ഒരു ഇഷ്യൂ അഭിമുഖീകരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നിരപരാധികളടക്കം, പള്ളിയിലെ മുഴുവൻ ആളുകളും അടക്കം നേരെ ജയിലിലേക്ക് പോയി. ഇപ്പോഴും ജയിലിലാണ്. ഞാൻ ചോദിക്കട്ടെ, ആ ജയിലിനകത്തിരിക്കുന്നവരിൽ കൊന്നത് എത്ര പേർ? ജയിലിൽ കിടക്കുന്നവരിലെ എത്ര ശതമാനം? മുസ്ലിം സമുദായത്തോട് താല്പര്യമുണ്ടെങ്കിൽ, നിരപരാധികളായ മുസ്ലിങ്ങൾ കുടുങ്ങാൻ പാടില്ല എന്ന് താല്പര്യമുണ്ടെങ്കിൽ, പുറത്ത് പിരിവ് നടത്തി വേഷങ്ങൾ കിട്ടുന്നതിന് പകരം ഈ ജയിലിനകത്തിരിക്കുന്ന കലാപകാരികൾ കൊന്നവൻ ഞങ്ങളാ കൊന്നത് എന്ന് കോടതിയുടെ മുമ്പിൽ പറയോ? എവിടെയാണ് നിങ്ങൾ പ്രതിരോധിക്കുന്നത്? താനൂരിൽ ഒരു ഹിന്ദു സഹോദരൻ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലത്ത് കുറേ മുസ്ലിങ്ങൾ വന്നു, നമ്പർ പ്ലേറ്റ് മാറ്റിയ ഒരു വണ്ടി വരുന്നു. പെട്ടെന്ന് ഈ കടക്കാരൻ ആ ഹിന്ദു സഹോദരനെ ആക്രമിക്കുന്നു, വെട്ടുന്നു. ഇവർ ആ വണ്ടിയിൽ തന്നെ പെട്ടെന്ന് പോകുന്നു. നേരെ കർണാടകക്ക് വിട്ടു. ബാംഗ്ലൂരിലാണ്, അവിടെയാണ് ഈ ഗുണ്ടൽപേട്ട ഭാഗത്ത് വാങ്ങിക്കൂട്ടിയ റിയൽ എസ്റ്റേറ്റുകളിലാണ്, അവിടെ പർപ്പസിന് വേണ്ടി വാങ്ങിയ 100-കണക്കിന് ഏക്കർ ഭൂമികളിലാണ് അവരുടെ താമസം. നേരെ കൊണ്ടുപോകുന്നു. അവിടേക്ക് പോയി സംരക്ഷിത വലയത്തിൽ.
14 വീടുകളാണ് അടുക്കടുക്കായി താനൂരിൽ ഇങ്ങനെ കിടക്കുന്നത്. അവിടെ കലാപുണ്ടായതിനു ശേഷം ഞാൻ പോയിരുന്നു. അവിടെ 14 വീടുകൾ, പാവങ്ങളുടെ വീടുകൾ, കടപ്പുറം ഭാഗത്ത്. എല്ലാ വീട്ടിലും RSS കയറി. ഓരോ വീട്ടിലും ഒരു ഉമ്മയുടെ മുടിക്കുത്തു വലിച്ച് താഴെ ഇട്ടിട്ട് ചോദിക്കാൻ, എവിടെ സുബൈർ, NDF കാരനായ സുബൈർ? ഉമ്മയെ ആക്രമിക്കുമ്പോൾ സുബൈറിന്റെ പ്രതിരോധം എവിടെയാ? ബാംഗ്ലൂരില, ഗുണ്ടിൽപ്പെട്ടല്ല. സ്വന്തം സഹോദരിയെ RSS കാരൻ ആക്രമിക്കുമ്പോൾ അവന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചിട്ട് അവിടെ മരിച്ചുപോയാൽ അവന്റെ വിശ്വാസത്തിന് അത് കരുത്തു പകരുമെന്ന് നമുക്കറിയാം. പക്ഷേ എവിടെ പ്രതിരോധിച്ചതിൻ്റെ ഒരു തെളിവ് തീവ്രവാദമല്ലാതെ, ആക്രമണമല്ലാതെ ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി കേരളക്കരയിൽ എവിടെയെങ്കിലും പ്രതിരോധിച്ചതിൻ്റെ ഒരു തെളിവ് ഇവർക്ക് പറയാൻ സാധിക്കുമോ? ഒരു ചെറിയ കാര്യം. പ്രതിരോധിച്ചില്ലെന്ന് മാത്രമല്ല, എല്ലായിടത്തും കുഴപ്പങ്ങൾ ഉണ്ടാക്കി മുസ്ലിം സമുദായത്തെ തീവ്രവാദികൾക്ക് വിട്ടുകൊടുത്ത് ഇവർ അപ്പപ്പ തടിയെടുത്തു. കുഴപ്പമുണ്ടാക്കാൻ, കലാപുണ്ടാക്കാൻ എന്തിനാണ് സ്നേഹമുള്ള ഒരു സംഘടന? എന്നിട്ട് ഒരൊറ്റ ചോദ്യം, എന്ത് ചോദിച്ചാലും ഒരേ ചോദ്യമുണ്ട്, ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടിയല്ലേ? അതാണ് മുഖ്യമായിട്ടുള്ള ചോദ്യം. പലരുടെയും പല സഹോദരന്മാരും കൃത്യമായി തീവ്രവാദ വിരുദ്ധ വിഷയങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്ത് പ്രസംഗമൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ചോദിക്കും, എന്നാലും അതെങ്ങനെ ഈ ഒരു എന്നാലും വരുന്നത്? ഇസ്ലാമികമാണ് വിഷയമെങ്കിൽ പിന്നെ ഒരു എന്നാലിൻ്റെ കാര്യം എന്താണ്? ഇത് മതമായിട്ട് തട്ടിച്ച് നോക്കണ്ടേ? ഇസ്ലാമിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞാൽ എല്ലാ തോന്നിവാസത്തിനും ന്യായീകരണമാവൂ? നമ്മളെ നാട്ടിൽ എന്തെല്ലാം ഏർപ്പാടുകൾ നടക്കുന്നുണ്ട് നിങ്ങൾ ആലോചിക്ക്. രാജ്യത്തെ എന്തെല്ലാം ഏർപ്പാടുകൾ, മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന എന്തെല്ലാം പേക്കൂത്തുകൾ. തൗഹീദിയൻ ആശയത്തിന് വേണ്ടി, അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് അറിയില്ലേ 100,000 സംഭവങ്ങൾ? ഇതിലാരാ ഇസ്ലാമിനെ തള്ളി പറയുന്നത്? എല്ലാവരും പറയുന്നത് ഇസ്ലാമിന് വേണ്ടിയാണ്. ഇസ്ലാമിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാ തോന്നിവാസങ്ങൾക്കും അതൊരു മരുന്നായോ? ഇസ്ലാമിന് വേണ്ടിയല്ലെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് മുഴുവൻ അത് ന്യായീകരണമായോ? ഇല്ല, അതൊരിക്കലും ആവില്ല. എന്തെന്നാൽ ഇസ്ലാമിന് വേണ്ടിയാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ ലക്ഷ്യം മാത്രമല്ല പ്രധാനം, മാർഗവും പ്രധാനമാണല്ലോ. ലക്ഷ്യം മാത്രം പ്രധാനം, അങ്ങനെ ഉണ്ടോ? ഇസ്ലാമിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യാൻ പറ്റുമോ? അല്ലമീന്നൊക്കെ പറഞ്ഞിട്ട് ചില ഹോട്ടലിൽ റമദാൻ മാസം തുറന്ന് പ്രവർത്തിക്കുക, പേര് ഇസ്ലാമാണ്. ബിസ്മിൻ ചൊല്ലി കള്ളുടിക്കാതൊക്കെ പറയുന്ന ചില ഏർപ്പാടില്ലേ? ഇസ്ലാം പറഞ്ഞാൽ ചെയ്യുന്ന സകല തോന്നിവാസത്തിനും ന്യായീകരണമാവില്ല. ഇസ്ലാമിൽ ലക്ഷ്യം മാത്രമല്ല, മാർഗവും പ്രധാനമാണ്. എങ്ങനെ യുദ്ധത്തിന് പോകണം? നേരത്തെ ഇവിടെ സുബൈർ പറഞ്ഞല്ലോ, ഒരു വിശ്വാസി എങ്ങനെ പോകണം, ഇസ്ലാം ഏത് മാർഗത്തിൽ കാണിക്കണു? ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടി പോകുന്ന യുദ്ധം, ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടി പോകുന്ന യുദ്ധം. ആ യുദ്ധത്തിന് പോകുമ്പോഴാണ് പ്രവാചകൻ കൃത്യമായി പറഞ്ഞു കൊടുത്തത് എങ്ങനെ പോകണം. ബിസ്മില്ലാ വഫീ സബീലില്ലാ വലാ തഅദുറൂ വലാ തഅലൂ വലാ തുബസ്സിലൂ വലാ തഖ്തുലൂ ശൈഖൻ കബീറ വലാ വലീദൻ വലാ ഇംറഅതൻ വലാ റാഹിബൻ ഫീ സൗമ. വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ പാടുള്ളൂ. സ്ത്രീകളെ ആക്രമിക്കരുത്, കുട്ടികളെ ആക്രമിക്കരുത്, വൃദ്ധന്മാരെ ആക്രമിക്കരുത്,